രായനെല്ലൂർ മലയ്ക്ക് താഴ്വാരത്തെ രായനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ മതിലിനകത്താണ് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്ര ഗേറ്റ് തുറന്നാണ് കുട്ടിയെ അകത്ത് കടത്തിയിരിക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് ക്ഷേത്ര പ്രദക്ഷിണ വഴിയിലൂടെ നടക്കാനെത്തിയ പാണപ്പറമ്പിൽ അയ്യപ്പനാണ് കുട്ടിയുടെ കരച്ചിൽ കേട്ട് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ കൊപ്പം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് നേഴ്സിന്റെയും ആംബുലൻസിന്റെയും സഹകരണത്തോടെ സ്ഥലത്തെത്തി കുട്ടിയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. ആൺകുട്ടിയെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി ആരോഗ്യവാനാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സമീപ പ്രദേശത്തെല്ലാം പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കുട്ടിയെ ആരാണ് ഇവിടെ കൊണ്ടുവന്നതെന്നോ കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണെന്നോ വ്യക്തമായിട്ടില്ല. നവജാത ശിശുവിനെ കണ്ട ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും ക്ഷേത്ര ഭാരവാഹിയുമായ ബാലചന്ദ്രൻ പറഞ്ഞു. ഇന്ന് രാവിലെ 5 മണിക്കാണ് ഇവിടെ ഇവിടെ ഈ മോർണിംഗ് വാക്ക് നടക്കുന്ന പാണപ്പറമ്പിലെ മുത്തു, അയ്യപ്പൻ എന്ന മുത്തു, അവൻ ഇതിവിടെ ഇതിന് വാക്കിങ് നടക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നമാതിരി ഒരു കുട്ടിയുണ്ട് അവിടെ അമ്പലത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാൻ ഉറക്കത്തിലായിരുന്നു. ഞാൻ സാധാരണ ഞാനും നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ വന്നില്ല. അപ്പോൾ എവിടെ, ഏത് കുട്ടിയാണ്, എത്ര വയസ്സായ കുട്ടി, എന്താണ്? അപ്പോൾ ഞാൻ വിചാരിച്ചു പല കുട്ടികളും അവിടെ എവിടെയും കാണാതെ അവരെ കണ്ടു, അങ്ങനെ എന്തെങ്കിലും ആവുമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പറഞ്ഞല്ല, ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞു. ചെറിയ കുട്ടിക്ക് എത്രയെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അപ്പം ഞാൻ അവിടെ നിങ്ങൾ പോയി നോക്കി, അവിടെ നിന്ന് ആ കുട്ടി, നിങ്ങൾ വരുമ്പോഴേക്ക് കുട്ടി ഇവിടുന്ന് പോവുകയും ചെയ്തു. നമ്മൾ പോലീസിൽ വിവരം അറിഞ്ഞ ശേഷം കുട്ടീനെ കണ്ടില്ലേ ബുദ്ധിമുട്ടായിരുന്നു, ഞങ്ങൾ അവിടെ തന്നെ മടങ്ങി പോകുന്നില്ല. ആ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നിട്ട് ഞാൻ വിളിച്ചു പറയാൻ നടന്നു. പിന്നെ ആ കുട്ടിയുടെ അടുത്ത് വന്നു പറഞ്ഞപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, ഒരു ദിവസത്തെ പ്രസവിച്ചിട്ടായിട്ടുള്ളൂ എന്നുള്ളത് ഞാനും നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ പിന്നെ അപ്പം തന്നെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് വന്നു, ആംബുലൻസായിട്ട് വന്നു, വനിതാ പോലീസ് എല്ലാം ഉണ്ടായിരുന്നു. അവർ ഇവിടെ വന്നിട്ട് കുട്ടീനെ കൊണ്ടുപോയി നേരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയി. അവിടെ നിന്നുള്ള അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. ആൺകുട്ടിയാണ് കുട്ടി. 1 കിലോ 800 ഗ്രാം കുട്ടിയുടെ വെയിറ്റ് ഉണ്ട്. കുട്ടി അത്യാവശ്യം ആരോഗ്യവാനായിട്ടാണ് കാണുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും കുട്ടിക്കില്ല. വന്ന സമയത്ത് കുട്ടിയുടെ മുഖത്തൊരു മുണ്ടുണ്ടായിരുന്നു. ആ കുട്ടിയായത് ആ ശ്വാസം മുട്ടന്മാർ തോന്നിയപ്പോൾ ഞാനൊന്നെയാണ് ആ മുഖത്തുനിന്ന് മുണ്ട് മാറ്റി. അപ്പോൾ പിന്നെ കുട്ടി കുറച്ച് ഉഷാറൊക്കെ ആയി. പിന്നെ അപ്പോൾ കുറച്ച് നേരം കടന്നതിൻ്റെയും ഒരു ചടപ്പുണ്ടാവും, വല്ലാതെ കറിയൊന്നും ചെയ്തിരുന്നില്ല. പിന്നെ ആശുപത്രി പോയതിന് ശേഷം വളരെ